എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 16, 17, 18, 19, 20 5 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. വാസുദേവ കഥാ പ്രശ്ന പുരുഷാൻ സ്ത്രീൻ പുനാദിഃ വക്താരം പൃച്ഛകം ശ്രോതॄൻ തൽപാദസലിലം യഥാ. വാസുദേവ കഥാ പ്രശ്ന, വാസുദേവ കഥയെക്കുറിച്ചുള്ള ചോദ്യം. തൽപാദസലിലം യഥാ, ഗംഗാജലം എന്ന പോലെ. വക്താരം പറയുന്നവനും, പൃച്ഛകം ചോദിക്കുന്നവനും, ശ്രോതൃൻ കേൾക്കുന്നവരും ആയ സ്ത്രീൻ പുരുഷൻ 3 വിധക്കാരായ പുരുഷന്മാരെയും പുനാദി ശുദ്ധമാക്കുന്നു. ഹി നിശ്ചയം. ശ്രീ വാസുദേവന്റെ കഥ കേൾക്കണമെന്നുള്ള ആ ചോദ്യം ചോദിക്കുന്നവനെയും പറയുന്നവനെയും കേൾക്കുന്നവരെയും പരിശുദ്ധരാക്കി തീർക്കണം. ഏതുപോലെ എന്നാൽ ഭഗവാന്റെ പാദത്തിൽ നിന്ന് പുറപ്പെട്ട ഗംഗാനദി സ്നാനം ചെയ്യുന്നവനെയും കാണുന്നവനെയും കീർത്തിക്കുന്നവനെയും പരിശുദ്ധരാക്കുന്നത് പോലെ അതുപോലെ പരിശുദ്ധരാക്കി തീർക്കുന്നു. ഭഗവാന്റെ കഥ കേൾക്കണം എന്ന് പറയുന്നവരെ കേൾക്കണം എന്ന് പറഞ്ഞാൽ മതി. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ പറയുന്നവനെയും കേൾക്കുന്നവനെയും പരിശുദ്ധരാക്കി തീർക്കുന്നു. അതുകൊണ്ട് ഹേ രാജാവേ, അങ്ങയുടെ ചോദ്യം എന്നെയും അങ്ങയെയും കേൾക്കുന്നവരെയും ആനന്ദിപ്പിക്കണു എന്നാണ് ശ്രീ സുഖബ്രഹ്മർഷി പറയുന്നത്. ശ്രീകൃഷ്ണ കഥയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക സാമർഥ്യമുണ്ട്. ഈ രാഗാദി വൃത്തികളെയൊക്കെ നശിപ്പിച്ച് ജ്ഞാനമുണ്ടാക്കാനുള്ള യോഗ്യത അന്ധകരണത്തിനുണ്ടാവും, പരിശുദ്ധീകരിക്കും ഹൃദയത്തിനെ. അപ്പൊ ചോദിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ ഹൃദയം പരിശുദ്ധമായി തീർന്നുവല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് അത് കേൾക്കുന്നവന്റെയും അതിന്റെ ഉത്തരം പറയാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 2 പേരുടെയും ഹൃദയം പരിശുദ്ധമായി തീരാണ്, ചോദിക്കുന്ന ആളുടെയും പറയുന്ന ആളുടെയും. അത് ഗംഗ 3 വിധക്കാരെ ശുദ്ധരാക്കുന്നതെന്ന അതാണ് അതിന്റെ ഉദാഹരണം പറയുന്നത്. സത്വഗുണം അധികരിച്ചവരെയും രജോ ഗുണം അധികരിച്ചവരെയും തമോ ഗുണം അധികരിച്ചവരെയും ഒരുപോലെ ശുദ്ധാക്കുക. അതിൽ കുളിക്കണത് ആരെയായാലും, ആരാന്നൊന്നും ഗംഗാനദി നോക്കില്ലല്ലോ, എല്ലാവരെയും. ആരാ അതിൽ കുളിക്കണമെന്ന് വെച്ചാൽ അവര് പരിശുദ്ധരാവും, അവരുടെ ഗുണഗണങ്ങളൊന്നും നോക്കിയിട്ടല്ല. അപ്പോ സ്വർഗത്തിലും ഭൂലോകത്തിലും പാതാളത്തിലുമുള്ള 3 സംഘക്കാരെയും കാണുന്നവരെയും കേൾക്കുന്നവരെയും ധ്യാനിക്കുന്നവരെയും സ്നാനം ചെയ്യുന്നവരുടെ പൂർവപുരുഷന്മാരെയും ഇപ്പോഴുള്ളവരെയും ഇനി മേലിൽ ജനിക്കുന്നവരെയും പരിശുദ്ധരാക്കാനുള്ള അന്യാദൃശ സാമർഥ്യം ഗംഗയ്ക്ക് സിദ്ധിച്ചത്. അതെന്തുകൊണ്ടാ? ഭഗവാന്റെ പാദ സംസർഗം കൊണ്ട്. ഭഗവാന്റെ പാദത്തിൽ നിന്നല്ലേ ആ ഗംഗ ഉത്ഭവിച്ചത്. അപ്പോ ഈ കഥാപ്രശ്നത്തിന് ഇതുപോലെയുള്ള ആ വൈഭവം അതുകൊണ്ടാണ് അത് ഗംഗയും ഇതിനെയും കൂടി സാദൃശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 2 കേൾക്കുന്നവരെയും ചോദിക്കുന്നവരെയും എല്ലാവരെയും പറയുന്നവരും. ഇത്ര മഹാത്മ്യാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ കഥകൾക്കുള്ളത്. ഭൂമിർദൃപ്ത നിർവ്യാജ ദൈത്യാനീക ശതായുധൈ ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയോ. ദൃപ്ത നിർഭവ്യാജ ദൈത്യാനീക ശതായുധൈ, ഗർവിഷ്ഠന്മാരായിരിക്കുന്ന രാജാക്കന്മാരെന്ന വ്യാജരൂപേണ സ്ഥിതി ചെയ്യുന്ന അസുരന്മാരുടെ അസംഖ്യം സൈന്യങ്ങളെ കൊണ്ടുള്ള ഭൂരിഭാരേണ മഹാഭാരം കൊണ്ട് ആക്രമിക്കപ്പെട്ട ഭൂമി ബ്രഹ്മാവിനെ ശരണം രക്ഷയായിട്ട് യയോ പ്രാപിച്ചു. ഭഗവാന്റെ അവതാരത്തിനുള്ള കാരണം പറയാൻ തുടങ്ങുകയാണ്. രാജ്യപരിപാലനം ചെയ്യുന്ന രാജാക്കന്മാര് നീതിമാർഗം വിട്ട് തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു തുടങ്ങി. അവരെ അമർത്താൻ മറ്റാരും ഇല്ല എന്നുള്ള അഹങ്കാര നിമിത്തം അവരുടെ പ്രവൃത്തിക്ക് അതിരില്ലാതെയായി. ഇവര് മനുഷ്യരൂപമാണ്, രാജാവിന്റെ വേഷമൊക്കെ ധരിച്ചിരിക്കണമെങ്കിലും ആസുര ഗുണമുള്ളവരാകയാൽ
ആസുരതുല്യന്മാരായി. പോരാത്തതിനോ ഇവരെ സഹായിക്കാൻ വളരെ സൈന്യങ്ങളും അവർക്കുണ്ട്. ഇവരെ വഹിക്കാൻ ഭൂമിക്ക് തന്നെ ശക്തിയില്ലാതെ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിക്ക് തന്നെ അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെയും. അപ്പൊ പിന്നെ ജനങ്ങളുടെ കാര്യം എത്രണ്ടും ദുഷ്കരമാണെന്നും ജനങ്ങളുടെ ക്ലേശം എത്രയാണെന്ന് പറയാൻ ഊഹിച്ച് അറിയേണ്ടതാണെന്ന് പറയാൻ വയ്യ. അതെ, അത്ര ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല്ലാതെ ക്ലേശിച്ച ഭൂമിദേവി ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുകയാണ്. അപ്പൊ ഈ നീതിമാർഗം വിട്ട് രജോഗുണത്തിന്റെ ആധിക്യം നിമിത്തം രജപ്രധാനികളെ ആയിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ ആസുരന്മാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ലോകത്തില് ധർമ്മം ക്ഷയിച്ച് അധർമ്മം വർദ്ധിക്കാൻ കാരണമായി അല്ലെ ഇവരെ കൊണ്ട്. ലോകത്തില് ധർമ്മം ക്ഷയിക്കാനും അധർമ്മം വർദ്ധിക്കാനും കാരണഭൂതന്മാര് ഇങ്ങനെയുള്ള രാജാക്കന്മാരാണ്, ഇങ്ങനെയുള്ള ഭരണാധികാരികളാണ്. ഇങ്ങനെ ആകുമ്പോ ഇവരെ അമർത്താൻ ലോകരക്ഷകനായ ഭഗവാന് അവതരിക്കേണ്ടതായിട്ട് വരുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയില് ഭഗവാൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ നീതി വിട്ട് നടക്കുന്ന രാജാക്കന്മാരെ ശാസിക്കാൻ മറ്റാരും ഇല്ലാന്ന് അവര് തെറ്റായിട്ട് അങ്ങോട്ട് ധരിക്കുക. അപ്പൊ ലോക നിയമത്തെ സ്ഥാപിച്ചിരിക്കുന്ന ഈശ്വരൻ അവരെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് അവതരിക്കും. അവർക്ക് അതറിയില്ല. അതുകൊണ്ട് അവര് അഹങ്കരിച്ച് എന്നെ തടയാൻ ആരുമില്ല എന്നുള്ള ആ ഒരു അഹങ്കാരത്തിലാണ് അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിദേവി ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് സങ്കടം പറയാണ്. ഗൗർഭൂത്വാ അശ്രുമുഖീ ഖിന്ന ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വം അവോചത. ഗൗ പശുവായി, ഭൂത്വ ഭവിച്ചിട്ട്, അശ്രുമുഖി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, ഖിന്ന ഖേദമുള്ളവളായി, വിഭോ ബ്രഹ്മാവിന്റെ അന്തികെ സമീപത്തിൽ ഉപസ്ഥിത നിൽക്കുന്നവളായിട്ട്, തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട്, സ്വം വ്യസനം തന്റെ ദുഃഖത്തെ അവോചത പറഞ്ഞു. കാമധേനു എന്ന ആ പശുവിന്റെ സ്വരൂപം എടുത്തിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചും ഉറക്ക കരഞ്ഞും കൊണ്ട് ഉള്ളിലുള്ള സത്യമായ ആ വ്യസനത്തെ അറിയാൻ ശക്തനായിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ അടുക്ക ചെന്ന് നിന്ന് ഭൂമി ഉറക്ക കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടാവസ്ഥ പറയാണ്. ഭൂമിക്ക് ദിവ്യശക്തിയുണ്ട്, അതുകൊണ്ട് കാമരൂപിണിയാണെന്ന്. ലോകരക്ഷ ധർമ്മത്തിലാണ് ഇരിക്കുന്നത്. വേദോക്തങ്ങളായ യാഗാദി കർമ്മങ്ങള് ധർമ്മത്തിന്റെ ബാഹ്യരൂപങ്ങളാണ്. നെയ്യ്, പാല്, തൈര് മുതലായ യാഗസാധനങ്ങൾ കൊടുക്കുന്നത് കാമധേനുവാണല്ലോ. അപ്പൊ ധർമ്മത്തിന്റെ ബാഹ്യസ്വരൂപം പശു ആണെന്ന് പറയാം. അതുകൊണ്ടാണ് കാമധേനുവിന്റെ രൂപം എടുത്തത് ഭൂമിദേവി. മനുഷ്യർക്ക് വേണ്ടുന്ന ആ സാരപദാർത്ഥങ്ങള് നെയ്യ്, പാല്, തൈര് മുതലായവ കൊണ്ട് പശുവിനെ കാണുമ്പോൾ ആർക്കും കരുണ തോന്നും അല്ലെ. അത് പോരാഞ്ഞിട്ടോ ഭൂമിദേവിയുടെ കണ്ണിന്നിങ്ങനെ വെള്ളം ഉറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അശ്രുധാരകളിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഉറക്ക നിലവിളിക്കണമുണ്ട്. ഇതൊക്കെ കാണുമ്പോ ലോകസൃഷ്ടാവായ ബ്രഹ്മാവിന് എങ്ങനെയാ കരുണയുണ്ടാവാതിരിക്കുക? അതാണ് ക്രിയതാം തൻ മഹാഭാഗ മമ ഭാരാവതാരണം യഥാരസാതലം നാഹം ഗച്ഛേയം അതിവിപുല. അസുരഭാവം സഹിക്കാൻ കഴിയാതെ ഞാൻ പാതാളത്തിൽ ചെന്ന് വീഴാൻ പോവുകയാണ്, അങ്ങ് എന്റെ ഭാരത്തെ തീർക്കണേ എന്ന് പറഞ്ഞതായിട്ട് വിഷ്ണു പുരാണത്തില് പറയണുണ്ട്. ബ്രഹ്മാത ഉപധാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമസത്രിനയന തീരം ക്ഷീരവയോനിധേ. ഭൂമിദേവി പറഞ്ഞ സങ്കടാവസ്ഥ കേട്ടപ്പോ ദുഷ്ടന്മാരെ നശിപ്പിച്ച് ധർമ്മത്തെ ഉറപ്പിക്കാൻ ശക്തൻ തന്റെയും പിതാവായിരിക്കുന്ന മഹാവിഷ്ണുവാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഗൗരൂപിണിയായ ആ ഭൂമിയെയും കൈലാസത്തിൽ ചെന്ന് പരമശിവനെയും കൂട്ടി എന്നിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി ദേവന്മാരോടും കൂടി ബ്രഹ്മാവ് പാൽക്കടലിന്റെ കരയ്ക്കാണ് ചെന്നു. ക്ഷീരസമുദ്രത്തിലുള്ള ആ ശ്വേതദ്വീപിലേക്ക് മഹാവിഷ്ണുവിനോട് പറയാനായിട്ട് എല്ലാവരും കൂടി പോവാണ്. തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകവിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിത. തത്ര അവിടെ ഗത്വാഗമിച്ചിട്ട് വൃഷാകവിം ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനും ക്ലേശഹരനും ദേവദേവം ദേവന്മാരോടുകൂടി കളിക്കുന്നവനും ജഗന്നാഥം ലോകരക്ഷകനുമായ പുരുഷം പുരുഷനെ പുരുഷസൂക്തേന പുരുഷസൂക്തം എന്ന മന്ത്രം കൊണ്ട് സമാഹിത ഏകാഗ്രചിത്തനായിട്ട് ഉപതസ്ഥെ സ്തുതിച്ചു. ശ്വേതദ്വീപത്തില് അവിടെ ചെന്നപ്പോ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റിയില്ല അവർക്ക്. അപ്പോ മനസ്സിനെ ഏകാഗ്രമാക്കി ഉറപ്പിച്ച് പുരുഷസൂക്തം കൊണ്ട് ദേവദേവനും വൃഷാകവിയും ജഗന്നാഥനുമായ ഭഗവാനെ സ്തുതിച്ചു. പുരുഷസൂക്തം മഹാമന്ത്രാണ്. അതുകൊണ്ട് ആ
ആ മന്ത്രം കൊണ്ട് സ്തുതിച്ചു എന്ന് ഭാഗവതത്തിൽ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാത് എന്ന് തുടങ്ങിയിട്ടുള്ള 16 മന്ത്രങ്ങൾക്ക് പുരുഷ സൂക്തം എന്ന് പേര്. അങ്ങനെയുള്ള ആ മഹാമന്ത്രമാണ് ജപിച്ചുകൊണ്ടാണ് ഭഗവാനെ അവർ സ്തുതിച്ചത്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.